നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദീപ്തി മേരി വർഗീസ്. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി ദീപ്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. തൃക്കാക്കര അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നാണ് ദീപ്തിയുടെ ആവശ്യം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ലോക്കൽ ബോഡി ഇലക്ഷൻ വന്ന സമയത്തും ദീപ്തി ഏറെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദീപ്തിയുടെ ആവശ്യത്തോട് പാർട്ടി കനിഞ്ഞില്ല. ദീപ്തിയുടെ ആഗ്രഹത്തിനൊപ്പമായിരുന്നില്ല പാർട്ടിയുടെ തീരുമാനങ്ങളും പിന്നീട് വന്ന നിർദ്ദേശങ്ങളും ഒക്കെയും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തൃക്കാക്കര ദീപ്തി പ്രതീക്ഷിച്ചതാണ്. അവിടെ ഉമാ തോമസ് പ്രാപ്തയാണോ എന്ന് പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ എന്നതടക്കം ഒരു കടത്തി പ്രതികരണം പോലും ദീപ്തി നടത്തുകയും ചെയ്തു. ഇപ്പോൾ തൃക്കാക്കര വിട്ട് തൃക്കാക്കര അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ നിലയിലേക്ക് പോലും ദീപ്തി എത്തിയിരിക്കുന്നു. ഈ ദീപ്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സഹിനെ? സേതു, അതായത് ഇന്നലെയാണ് ദീപ്തി മേരി വർഗീസ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തനിക്ക് തൃക്കാക്കര അല്ലെങ്കിൽ മറ്റൊരു സീറ്റ് വേണമെന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസ് ഉറച്ചു നിൽക്കുന്നത്. അവർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. കാരണം കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയാകാൻ ദീപ്തിയെ നിയോഗിച്ചിരുന്നു. പക്ഷേ അവരെ പിന്നീട് മേയറാക്കിയില്ല. അതുകൊണ്ട് തന്നെ ദീപ്തിയോട് ഒരു വാക്കന്ന് നേതാക്കൾ നൽകിയിരുന്നതാണ് ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റ് ദീപ്തിക്ക് നൽകാമെന്നുള്ളത്. തൃക്കാക്കരയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ തൃക്കാക്കരയിൽ ഇപ്പോൾ ഉമാ തോമസ് ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. ഉമാ തോമസ് തനിക്ക് തൃക്കാക്കര സീറ്റ് വേണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. താൻ മാറിക്കൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഉമാ തോമസ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ദീപ്തി മേരി വർഗീസ് വീണ്ടും നേതാക്കളെ കണ്ടിരിക്കുന്നത്. തനിക്ക് തൃക്കാക്കരയോ മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സീറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ദീപ്തി മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. തനിക്ക് സീറ്റ് കിട്ടുമ്പോൾ ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.